പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ ഇന്നുള്ളത് എന്റെ നാട്ടിൽ കൊയിലാണ്ടിയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കടയുടെ മുന്നിലാണ്. ഒജിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആളുകൾക്ക് മനസ്സിലാവില്ല. സുൽഫിക്കയുടെ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കുറ്റിച്ചിറ ബിരിയാണിയൊക്കെ കൊയിലാണ്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത രുചിപ്രേമികളുടെ മനസ്സിൽ എന്നും ഇടം നേടിയിട്ടുള്ള ഒരു കടയാണ് സുൽഫിക്കാന്റെ കട. വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് തന്നെ പലഹാരപ്രിയർ സംഗമിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സുൽഫിക്കയുടെ ഒജിൻ ബേക്സ്. അപ്പൊ അതിനുള്ള കുറച്ച് വീഡിയോ വിഷ്വൽസ് ഒക്കെ ആണ് എന്റെ പ്രിയപ്പെട്ട സാക് സഫാരിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അപ്പോ നിറയെ പലഹാരങ്ങളുണ്ട്. ഇതിന്റെ പേര് സത്യം പറയാൻ വെച്ചാൽ എനക്കെന്നെ പറയാൻ പറ്റുന്നത് നിറയെ പലഹാരങ്ങൾ. അപ്പോ നോമ്പുതുറ വിഭവങ്ങളാണ് ഈ പുറത്തെ കൗണ്ടറിലൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. ചട്ടിപ്പത്തിരി തന്നെ പലതരം ചട്ടിപ്പത്തിരികളുണ്ട്, ഗ്രീൻ പീസ് മസാലകള്, മലബാറിന്റെ പാചക വൈദഗ്ധ്യത്തിന്റെ തനത് കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. സുൽഫിക്കയുടെ കടയിലേക്ക് വന്നാൽ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. കാരണം ഇത് സുൽഫിക്ക വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളുണ്ട്, വളയിട്ട കൈകളുടെ രുചി. അപ്പൊ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, നോമ്പ് കാലത്ത് മാത്രമല്ല കേട്ടോ, നോമ്പല്ലാത്ത സമയത്തും ഇവിടെ ഈ പലഹാരങ്ങളുടെ പലഹാര പ്രേമികളൊക്കെ വരുന്നത് എന്റെ ഇവിടെ ഒരു വ്യത്യസ്തങ്ങളായ വെറൈറ്റി പലഹാരങ്ങൾ. മലബാറിന്റെ മാത്രമല്ല, ബൊംബൈ സമൂസൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ ഇവിടെ കിട്ടുള്ളൂ. വേറെ എവിടെയും കോഴിക്കോടൊക്കെ ഉണ്ടെങ്കിലായി ഉണ്ട്. കോഴിക്കോട് 1-2 സ്പോട്ടിലുണ്ട്. പിന്നെ കൊയിലാണ്ടി പരിസര പ്രദേശങ്ങളിൽ ബോംബെ സമൂസൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂരി മസാല ആസാദ്യ ടേസ്റ്റാണ്. ആട്ട പൊറാട്ട, അങ്ങനെ തൊട്ട ഭക്ഷണങ്ങളൊക്കെ തന്നെ ഇവർ തുടർന്ന ഭക്ഷണ വൈവിധ്യങ്ങളൊക്കെ തന്നെ രുചി കൊണ്ട് മനുഷ്യനെ കീഴ്പ്പെടുത്തും. അത്രയും ടേസ്റ്റ് ആയിട്ടും വൃത്തിയായിട്ടും നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്ന ഒരാള് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം കൊയിലാണ്ടിക്കാര് മാത്രമല്ല, കൊയിലാണ്ടിന്ന് പുറത്തൊക്കെ ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു കട തന്നെയാണ് സുൽഫിക്കയുടെ ഒജിൻ എന്ന് പറയുന്നത്. ഈ പെട്ടി നിറച്ച് പലഹാരങ്ങളാണ്. ഇതിന്റെ പേരെന്തൊക്കെയാന്ന് എനക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല, അത്രയും ഉണ്ട്. ഈ പെട്ടി നിറച്ച് പലഹാരങ്ങളാണ്. പഫ്സ് തന്നെ പലതരം പഫ്സുകളുണ്ട്, ചട്ടിപ്പത്തിരി പലതരം ചട്ടിപ്പത്തിരികളുണ്ട്, കാടമുട്ട ഫ്രൈ വെച്ചതുണ്ട്. അപ്പൊ നമ്മൾ 2-ാം വളവിലൊക്കെ പോയിട്ട് കാടമുട്ട, പക്ഷെ അതിന്റെ ഇതിന്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ കാടമുട്ടന്റെ മസാല നമുക്ക് ഇവിടെ കിട്ടാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ കടികൾ ഇഷ്ടംമാരുണ്ട്. ഇതിപ്പം നോമ്പിന് കുറച്ച് ഐറ്റംസ് കൂട്ടിയുന്നുണ്ട്. നോമ്പില്ലാത്ത സമയത്ത് ഇഷ്ടംമാതിരി കടികൾ, വെറൈറ്റി കടികൾ പലതും ഉണ്ട് അവിടെ. നോമ്പില്ലാത്ത സമയത്തും നോമ്പിന് കുറച്ച് ഐറ്റംസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ കൊയിലാണ്ടി പുതിയ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കട, ഹൈവേ തന്നെയാണ് ഈ കട. അപ്പൊ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടാവും കേട്ടോ. കാരണം രുചി തേടി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഒജിൻ. ഒജിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവില്ല. സുൽഫിക്കയുടെ കട എന്ന് വെച്ചാൽ ആരും കണ്ണടച്ച് പറഞ്ഞു തരും. അത്രയും രുചിപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു കട. അപ്പൊ അവിടുത്തെ ഇഫ്താർ വിഭവങ്ങളുടെ വിശേഷങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോ ഒരുപാട് പേര് നോമ്പെടുത്തവർ മാത്രമല്ല കേട്ടോ, നോമ്പെടുത്തവർ മാത്രമല്ല, എല്ലാവരും വന്ന് ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ തീരും. ഇപ്പൊ ലേശം ഒരു ആള് കുറഞ്ഞ സമയത്ത് സുൽഫിക്ക് പെട്ടെന്ന് വന്നിട്ട് എടുത്തു പോവുക. കാരണം ആള് കൂടിക്കാൻ എടുക്കാൻ പറ്റില്ല, അത്രയുണ്ട്. കാരണം ഇവിടെ ഇഫ്താറിന്റെ കൗണ്ടർ മാത്രമല്ല, ഉള്ളില് റെഗുലർ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം വേറെ ഉണ്ട്. അതുകൂടാതെ തന്നെ പാർസലുകൾ, ഇഫ്താർ മീറ്റിലുള്ള പാർസലുകൾ ഒരുപാട് ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ വലിയ വലിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരെ ഏൽപ്പിക്കാം. എല്ലാതരം വെറൈറ്റി ഭക്ഷണം, കോയും പൊറോട്ട, അതുപോലെ തന്നെ ലൈവ് കടികൾ, ലൈവ് അങ്ങനെ എന്ത് സാധനങ്ങളും വലിയ വലിയ ഇവന്റ്സിൽ അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവരെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്. ഞാനൊക്കെ ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ ഇവർക്കാണ് ഏൽപ്പിക്കാറ്. അപ്പൊ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, അവർ കറക്റ്റ് അത് ചെയ്തോളൂ. അങ്ങനെയൊക്കെയാണ് ആ സുൽഫിക്കായിട്ടുള്ള ബന്ധം. അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കടിയൊക്കെ നിരത്തി വെച്ച കണ്ടപ്പോ എനിക്ക് തോന്നി ഇന്നത്തെ കണ്ടന്റ് ഇത് തന്നെ ആവാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഈ ന്യൂ ഒജിൻ എന്ന് പറയുന്ന ഈ റെസ്റ്റോറന്റിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. സുൽഫിക്ക ഞാനൊരു നല്ല സുഹൃത്ത് ബന്ധമുള്ള ആളും കൂടിയാണ്. കാരണം നമ്മൾ ഇവന്റ് ഒക്കെ വരുമ്പം അവിടെയാണ് ഏൽപ്പിക്കാറ്. ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തരും എന്നുള്ളത് കൊണ്ട് അവിടെ പലതരം ചായകളും പലതും ഉണ്ട്. നമ്മൾ വലിയ വലിയ ഇവന്റ് ഒക്കെ നടത്തണമെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും സുൽഫിക്കായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ചെയ്തു തരും. അപ്പം ഏതായാലും സുൽഫിക്കാന്റെ കടയുടെ മുന്നിലുള്ള ആ ഇഫ്താർ വിഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പൊ രുചികരമായ ഒരു കാഴ്ച എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടു കഴിഞ്ഞു സാക് സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ. അപ്പോ
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ വീഡിയോ നന്നായി ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇത്തരം നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും, രുചിയുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ മനോഹരമായ പല കാഴ്ചകളും ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. തൽക്കാലം നിർത്തുന്നു. നന്ദി.